ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ വെച്ചതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഓസിയുടെ കല്യാണമായിരുന്നു. അതായത് സിനിമാ നടനായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ചലച്ചിത്ര താരമായിട്ടുള്ള അഹാനയുടെ സഹോദരിയായിട്ടുള്ള ഓസിയുടെ കല്യാണമായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഉപ്പുമുളകിലെ മുടിയൻ്റെ കല്യാണമായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് താരമുള്ള ഗ്രീഷ്മ ബോസ് അവരുടെ കല്യാണമായിരുന്നു. അങ്ങനെ ഇന്ന് കുറച്ചധികം കാത്തിരുന്ന കല്യാണങ്ങളുടെ ഒന്നിച്ചുള്ള മേളമായിരുന്നു എന്ന് പറയുന്നത്. അതിൽ മുടിയൻ്റെ കല്യാണമൊക്കെ നല്ല രീതിക്ക് അതിനകത്തെല്ലാം പോസിറ്റീവ് കമൻസ് ബാക്കി കാര്യങ്ങളേ ഉള്ളൂ. ഗ്രീഷ്മയുടെ അതിനകത്ത് അത്തരത്തിൽ തന്നെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ ഇടുമെന്ന് അറിയത്തില്ല. പക്ഷേ ഓസിയുടേത് മാത്രം കുറച്ചധികം ചാനലുകൾ ഇട്ടുള്ളത്, കുറച്ചൊന്നുമല്ല എല്ലാത്തിലും ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. അതായത് ഇവൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആവും, ഇവൾക്ക് ഈ പറയുന്ന കണക്ക് അശ്വനെ മാത്രം മതിയോ, ഇവൾക്ക് ചെറുക്കനെ മാത്രം മതിയോ, ഈ കല്യാണത്തിൻ്റെ ഫോട്ടോസ് നോക്കി അതിനകത്തൊന്നും ചെറുക്കൻ്റെ കൂട്ടുകാരെ കാണാനേ ഇല്ല, ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം ഒഴിവാക്കിയിട്ടാണോ ഇവൾ ഈ പറയുന്ന കല്യാണം നടത്തിയത്, ഒരാളെ പോലും കാണാനില്ലല്ലോ. ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളുടെ ഒരു കൂട്ടം മേളമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓസിയുടെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസിന് താഴെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് കാണിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇട്ടിരുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് അശ്വിൻ താലി കിട്ടുന്ന സമയത്ത് വലത് സൈഡിൽ കൃത്യമായിട്ട് ഈ അശ്വിൻ്റെ കുടുംബത്തെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവരുടെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പരിചയം കാണും. അപ്പം അവർ കല്യാണമല്ലേ, ഒരുപാട് അവരുടെ ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ മാറ്റിയിട്ടായിരിക്കുമല്ലോ, നല്ല രീതിക്കായിരിക്കുമല്ലോ നിൽക്കുന്നതെന്ന് പറയുന്നത്. അല്ലാത്ത നല്ല രീതിക്ക് നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ കാണാനായിട്ട് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതിൽ തന്നെ. കാരണം എന്ന് വെച്ചാൽ അശ്വിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഏകദേശം ഭയങ്കരമായിട്ട് എപ്പോഴും മേക്കപ്പ് ചെയ്തല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊന്നും അല്ല, അവരെപ്പോഴും ജോലി അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഈ പറയുന്ന അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ഇല്ലാതെ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് മേക്കപ്പിലേക്ക് മാറിയിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ച് കാണാൻ പറ്റും. സ്ഥിരമായിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ദിവസം കല്യാണം ആയാലും എന്തായാലും മേക്കപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടായിരിക്കും ചില ആൾക്കാരുടെ കണ്ണിലത് പെടാത്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് ക്ലിയറായി കണ്ടാണ് വലത് സൈഡിൽ കൃത്യമായിട്ട് അശ്വിൻ്റെ കുടുംബമുണ്ട്. അപ്പം ചുമ്മാത്ത ഒരു കാര്യം പോലും അറിയാതെ നമ്മുടെ മലയാളികളുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അറ്റവും മൂല്യം കണ്ടിട്ട് കുറ്റം പറയാനായിട്ട് അങ്ങ് ഇരിക്കുക എന്ന് പറയുന്നത്. കാള പറ്റുമെന്ന് ഇട്ട് കഴിഞ്ഞാൽ കയറെടുക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത്. ഇനി അടുത്ത കുറച്ചധികം കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സിനിമാ നടനല്ലേ, കൃഷ്ണകുമാറിന് ഇത്രയധികം ബന്ധങ്ങളുള്ളതല്ലേ, ബിസിനസ്സുകാരനല്ലേ, അതല്ലേ ഇതല്ലേ, അഹാന ചലച്ചിത്ര താരമല്ലേ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള ആരും പങ്കെടുക്കാതിരുന്നത്, ആരെ വിളിച്ചില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാണ് ഇത്രയും ചുരുക്കി ചെയ്തത്, കല്യാണം ഒരു ആർഭാടം ഇല്ലാതെ ചെയ്തത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ഭയങ്കര ആർഭാടമായിട്ട് എല്ലാവരും വിളിച്ച് ചെയ്തെങ്കിൽ പറയാം കാശിൻ്റെ ഡമ്പ് കാണിച്ചതാണ്, യൂട്യൂബിൽ നിന്ന് കുറേയധികം വരുമാനം ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തിനും നമ്മൾ സ്ഥിരം കാണുന്നതായി ഒരു കുടുംബത്തിൽ എല്ലായിടത്തിനും സ്ഥിരമായിട്ട് ചാനലുണ്ട്. ഈ യൂട്യൂബ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ ഈ ജാടയൊക്കെ നിൽക്കും, ഇങ്ങനെ കുറേയധികം കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ നെഗറ്റീവ് മാത്രം പറയാന്ന് പറയുന്നത് കണ്ടുപിടിച്ചങ്ങിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഓസിയുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. ഓസി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം ചില ആൾക്കാരെങ്കിലും പറയും എല്ലാ കാര്യങ്ങളും എടുത്ത് പേഴ്സണൽ കാര്യങ്ങളും എല്ലാം എടുത്ത് മീഡിയയ്ക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന എന്തിനാണ്. ഒരാളും വിചാരിക്കുന്നില്ലല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് പിന്നീട് പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഓസിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആളുമായിട്ടുള്ള വീഡിയോസൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് കാണുമ്പോഴത്തേക്ക് പിരിഞ്ഞു, അടുത്ത ആൾ വന്നു. സ്വാഭാവികമായിട്ട് ഇതിൽ നമുക്ക് ചില ആൾക്കാരെങ്കിലും ഭയങ്കര സദാചാരം പറയുന്ന അയ്യോ ഞാനിങ്ങ് പെർഫെക്റ്റാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാലും കാണാൻ പറ്റും, വെളിയിൽ പറയാത്ത എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ ചെറുതായിട്ട് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും, തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. അതേപോലെ ഉള്ളൂ അവർ. പക്ഷേ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് അത് പുറത്തു വന്നു. അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ പറഞ്ഞ നെഗറ്റീവ് കമൻസ് ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അവൾ ഭയങ്കര ബോൾഡ് ആയതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പുല്ലെന്നുള്ള രീതിക്ക് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു പെൺകുട്ടിയാണ്, സ്വന്തം കാലിൽ ബിസിനസ് ചെയ്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിലൂടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോയി അവളുടെ ഇപ്പോൾ ഇടുന്ന പേഴ്സണൽ വ്ളോഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ആ വീട്ടിലായാലും എല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്, യൂട്യൂബ് ചാനലുണ്ട്, അതിലെല്ലാവർക്കും കൃത്യമായിട്ട് അതിൽ അഹാനയ്ക്കാന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്. എനിക്ക് തോന്നുന്നു 1 മില്യണിൽ കൂടുതലായിട്ട് ഫോളോവേഴ്സ് ഉള്ളത് അഹാനയ്ക്ക് മാത്രമാണ്. അപ്പം അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു 90% ആൾക്കാരും അവരെ ഇഷ്ടപ്പെടുന്ന രീതിക്ക് അവരുടെ വ്ളോഗ്സ് കാണാൻ ഇഷ്ടപ്പെടുമ്പോൾ 10% ആൾക്കാർ ഭയങ്കരമായിട്ട് വന്ന് കുറ്റം പറയും. ഇനി എന്നിരുന്നാൽ പോലും ഞാനൊരു യൂട്യൂബറാണ്, തുടക്കക്കാരിയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഇൻസ്പിറേഷനാണ് അവരെന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് അഹാനയുടെ വ്ളോഗ്സ് എന്ന് പറയുന്നത്. ഓസിയുടേതും ആണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ അഹാനയുടെ വ്ളോഗ്സ്. കാരണം ഇങ്ങനെ ഈ പറയുന്ന യൂട്യൂബിലൂടെ ആവട്ടെ, പക്ഷേ ഈ പറയുന്ന വൃത്തികെട്ട രീതിക്ക്
നോക്കിയല്ലോ പൈസ സമ്പാദിക്കുന്നതെന്ന് പറയുന്നത്. അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, അവരുടെ വീഡിയോസ് എല്ലാം കൂടി ഇട്ട് അത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന ഏണിങ്സ് ആണ്. പിന്നെ സിനിമാ നടിയാണ്, അത് അത്ര ഇതായിട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ട്രസ് തന്നെയാണ് അവരെന്ന് പറയുന്നത്. അവർക്ക് മോഡലിംഗ് ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അതിലൂടെ ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ, അത് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അതെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക, ഒരുപാട് ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുക, സ്വന്തമായിട്ട് തന്നെ വേണ്ടുള്ള കാര്യങ്ങൾ. ആ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളായാലും ഓരോ മാസത്തിൽ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴത്തേക്ക് പോയി ഗോൾഡ് പർച്ചേസ് നടത്തുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊന്നും കഴുത്തി പിടിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം പെൺകുട്ടികളും കാണുന്ന ഇതൊക്കെ ഫോണിലൂടെ മാത്രം കാണുന്ന പെൺകുട്ടികൾ. അപ്പം അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷനാണ്. അവർക്കത് തോന്നിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പെൺകുട്ടികൾ അത്തരത്തിലല്ല വീഡിയോസ് അത് വിചാരിച്ചിട്ടല്ല ഇടുന്നെങ്കിൽ കൂടി പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വലിയൊരു ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പുതിയതായിട്ടുള്ള കണ്ടന്റുകൾ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത്, അതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നത്, എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കാരണം പിന്നീട് അതെന്തെങ്കിലും നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തും കയറി ഇങ്ങ് പറയരുത് നമ്മൾ. അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ വേണം സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമായിട്ട് മാറും. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പങ്കുവെച്ചിട്ട് നമുക്കത് പതുക്കെ ആയിട്ട് ഇതിനകത്ത് നമുക്ക് കയറി വരാൻ പറ്റുന്നതാണ്. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്ക് എന്തെങ്കിലും കടോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ കൈ നീട്ടാതെ നമുക്ക് സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ കുട്ടിയുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങൾ, പഠിത്തം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇതുവരെ പുറത്തേക്ക് വിടാത്ത നമ്മുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണത്തില്ല, അത് സാക്ഷാത്കരിക്കാൻ പറ്റും. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്, നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് പേര് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൂടെ നല്ല രീതിക്ക് വ്യൂസ് കിട്ടിയിട്ട് ഏണിങ്സ് കിട്ടുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ കല്യാണത്തിനൊക്കെ വേണ്ടുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പോസിറ്റീവ് സൈഡ്സ് എടുക്കാനും നമുക്ക് ഇതിൽ നിന്ന് പറ്റും. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവമാണ് എന്തെങ്കിലും കയറി നെഗറ്റീവ്. ഇപ്പം മുടിയുടെ കല്യാണത്തിനായാലും ഒരുപാട് നെഗറ്റീവ്സ് ഇല്ലെന്നുണ്ടെങ്കിലും ചില ആൾക്കാരെങ്കിലും വന്ന് പറയുന്നുണ്ട്, ഇന്ന് കല്യാണം അല്ലേടാ, എന്തെങ്കിലും നിന്റെ താടിയും പിടിച്ച് മുടി നേരെ കെട്ടി വെച്ചിട്ട് വന്നുകൂടുന്നത്. അത് അവൻ്റെ ഇഷ്ടമാണ്, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിതെന്ന് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെ വരണം, ഏത് രീതിക്ക് വരണം എന്നുള്ളത് അവൻ്റെ ചോയ്സാണ്. അപ്പോൾ അതിലും കയറി കൈയടത്തിയിട്ട് എന്തിനാണെന്ന് അറിയത്തില്ല, എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിലൊരു എന്താ പറയുന്നത്, ഒരു സുഖമില്ലായ്മ നമ്മുടെ മലയാളികൾക്ക് പൊതുവേ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അത് വൃത്തികേടാവാതിരിക്കട്ടെ, മറ്റുള്ളവർക്ക് കാണാനും അല്ലെങ്കിൽ കേൾക്കാനും പറ്റുന്ന ഭാഷയിലും കാണാൻ പറ്റുന്ന രീതിക്കുള്ളതാവട്ടെ, ഭയങ്കര വൾഗറാവാതിരിക്കട്ടെ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അത് അവരുടെ ഇഷ്ടങ്ങളാണ്. കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുക, അവിടെ നിന്ന് പോവുക. അതിലപ്പുറത്തേക്ക് വൃത്തികേടുകൾ മാത്രം വിളിച്ചു പറയുക, അവരവർ തന്നെ സ്വന്തമായിട്ട് കഥ ഉണ്ടാക്കുക, അതങ്ങോട്ട് അവിടേക്ക് അങ്ങ് ഇടുക, പിന്നീട് അത് കടന്ന് പോവുക. ഇപ്പോൾ ഓസിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കല്യാണത്തിന് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോസ്, അതിൻ്റെ എഡിറ്റിങ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നേരെയാക്കിയിട്ട് വരും ദിവസങ്ങളിലായിരിക്കും അവർ ഇടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. ഇട്ട ഉടനെ ഉച്ചയ്ക്ക് തന്നെ കമൻറ്റ് വരുവാണ്. ആ ഒരു സംഭവം മീഡിയാസ് ഇടുന്ന സമയത്ത് ആ ടൈമിൽ തന്നെ വരുവാ, അയ്യോ അശ്വിൻ്റെ കുടുംബത്തിനെ കാണുന്നില്ല, അശ്വിൻ്റെ കുടുംബത്തിനെ അവൾ ഇപ്പം തന്നെ മാറ്റി, ഇപ്പോൾ അവൾ സ്വന്തമായിട്ടൊരു കുടുംബം, അല്ലെങ്കിൽ അശ്വിനെ മാത്രം വലിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പോകും, ആ വീട്ടുകാർ പാവങ്ങളെ മൊത്തം മാറ്റി. അതിന് മുന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് വീഡിയോസ് മറ്റേ മാങ്ങയുടേതും അച്ചാറിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവരവിടെ പോയി മറ്റേതാണ് മറിച്ചതാണെന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യൻ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരവിടെ നല്ല ഹാപ്പിയാണ്, അവരെല്ലാവരും നല്ല ഒത്തൊരുമയോടെ ആ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ചെറിയ ചെറിയ കട്ട് പീസുകളായിട്ടുള്ള വീഡിയോ കാസ്റ്റ് എങ്ങനെയാണ് മൊത്തം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണിക്കാൻ പറ്റുന്നത്, ചെറിയ അതും ഈ പറയുന്ന മീഡിയാസാണ് ഇടുന്നതെന്ന് പറയുന്നത്. അപ്പം അവർക്ക് എന്താണോ അതിനകത്ത് ഭയങ്കരമായിട്ട് തോന്നി അത് മാത്രമാണ് അവർ ഈ പറയുന്ന എഡിറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇടുന്നതെന്ന് പറയുന്നത്. അതിലിപ്പോൾ ആ പെൺകുട്ടി കുറ്റക്കാരിയല്ല. ആ പെൺകുട്ടിയുടെ ഇത്രയും കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ആ പെൺകുട്ടി എന്തായാലും വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരിടുന്ന വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രശ്നം തീരുന്നതാണ്. അതിന് മുന്നേ ചാടി അങ്ങ് ഇടുവാണ്, അതാണ് അവൾ അത്തരക്കാരിയാണ് ഇത്തരക്കാരിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കാണ് ഈ ഒരു സംഭവം വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും. അത് ആ പെൺകുട്ടിയുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണത്, ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിതെന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസത്തെ തന്നെ ഇങ്ങനെ കുത്തി നോക്കി എന്തായാലും ആ പെൺകുട്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഇതൊക്കെ കാണണമെന്നൊന്നും ഇരിക്കത്തില്ലല്ലോ. ഇതാണ് മലയാളിയുടെ തനി സ്വഭാവം എന്ന് പറയുന്നത്, എല്ലാത്തിലും പോയി ഇങ്ങനെ ചൊറിയാൻ നിൽക്കുക എന്നുള്ള കാര്യം. ഇനി ആർഭാടം എന്തുകൊണ്ടുണ്ടായില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിക്ക് അത്രയും ഇഷ്ടം അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമൊന്നും ഇഷ്ടമില്ലാത്തതെന്ന് ആ പെൺകുട്ടിയുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ ഫംഗ്ഷൻസ് കാണും, വെയിറ്റ് ചെയ്യാമല്ലോ, വെയിറ്റ് ചെയ്യും. പക്ഷേ ഇപ്പം നടത്തി കൊടുത്തേ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അതും ഇതും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഒപ്പിച്ചിരിക്കും, കഥകൾ ഉണ്ടാക്കിയിരിക്കും. പൊതു സ്വഭാവമാണല്ലോ, അങ്ങനെ ഒരു കൂട്ടർ സത്യം ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, നമുക്കത് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുന്നത്. ഇപ്പം എന്തായാലും ഈ വീഡിയോയിൽ ചെയ്യാൻ തോന്നിയെന്ന് പറയുന്നത് കാരണം ഓസിയുടെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആ കുടുംബത്തിൻ്റെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഓസിക്ക് ഹാപ്പി മാരീഡ് ലൈഫ്.